റെഡ് കാർപ്പറ്റിൽ ഇനി നമ്മുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ടൈമാണ്. ഞാൻ ആലോചിക്കണം എന്ത് പറയണം. ഒരു നല്ല ഗായികയാണ്, പ്ലേ ബാക്ക് സിംഗർ ആണ്, ഒരു ലൈവ് പെർഫോമർ ആണ്, കമ്പോസർ ആണ്, അതുപോലെ തന്നെ പ്രസന്റർ ആണ്. അങ്ങനെ ഒരുപാട് ലേബൽസ് അനുയോജ്യമാണ്. സുന്ദരിയാണ്, നല്ല ചിരിയാണ്, ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. മറ്റാരെ പറ്റിയുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വ്യത്യസ്ത ശബ്ദങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ ജോത്സ്ന. ഈ ജോത്സ്ന എന്ന് പറയുന്ന ആ ഒരു സിംഗറിന്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ ബാക്ക് ടു ചൈൽഡ്ഹുഡിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ നാട്ടിലധികം ഉണ്ടായിട്ടില്ല. ഞാൻ ജനിച്ചത് കുവൈറ്റിലാണ്. അത് കഴിഞ്ഞ് കുവൈറ്റിൽ മറ്റേ ഗൾഫ് വാർ വന്ന സമയത്ത് ഞങ്ങൾ ഓടി അബുദാബിയിലേക്ക് മാറി. അപ്പൊ സ്കൂളിംഗ് ഒക്കെ അബുദാബിയിലായിരുന്നു. എന്താ പറയാ, ഒരു നല്ലൊരു മലയാളി കുടുംബം ആയിട്ട് തന്നെയാണ് വളർന്നേക്കണത്. അപ്പൊ വീട്ടിലാണെങ്കിലും മലയാളം സംസാരിക്കണം നിർബന്ധമായിരുന്നു. അവിടെ അറിയില്ല, ഗൾഫില് എനിക്ക് തോന്നുന്നു അവിടുത്തെ നാഷണൽസിനേക്കാളും കൂടുതൽ മലയാളികളാണ്. എണ്ണം നോക്കിയാല് നിറയെ മലയാളികളല്ലേ, വലിയ മലയാളി കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഉത്സവങ്ങളും ഇപ്പൊ വിഷു ആയാലും ഓണം ആയാലും റംസാൻ ആയാലും എല്ലാം വളരെ കാര്യമായിട്ട് ആഘോഷിക്കും. അത് അതിൻ്റെതായിട്ടുള്ള തനത് ശൈലിയിൽ തന്നെ ആഘോഷിക്കും. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നത്. പിന്നെ പാട്ടിന്റെ അസുഖം കുഞ്ഞിലേ ഉണ്ട്. ഏതൊക്കെ ഭാഷ അറിയാം? അയ്യോ, അങ്ങനെ ചോദിച്ചാ മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം. തമിഴ് ചെറുതായിട്ട് അറിയാം. ഒരു 2 വർഷം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ഫ്രഞ്ച് വായിക്കാൻ അറിയാം, പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ. What is your name? വെറുതെ എന്തറിയാം? How are you അറിയാം. What is your name? What is your name ഞാൻ പറയാം. How are you ഞാൻ പറയാം. Comment allez-vous? എന്തോ comment allez-vous? ഇത് കേട്ടപ്പോ എനിക്കൊരു ഗെയിമിനെ പറ്റിയിട്ടാണ് ഓർമ്മ വന്നത്. എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഗുമ്മൻ താലിവു എന്ത്? comment allez-vous? How are you? അപ്പൊ തിരിച്ചെന്ത് ഉത്തരം പറയും? Tu es très belle. നീ വളരെ സുന്ദരിയാണെന്ന്. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. വളരെ സുഖിച്ചു. സ്ഥിരം നമുക്കൊരു ടാലന്റിനെ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്, പ്രസന്റ് ചെയ്യാറുണ്ട്. പ്രീത ഇപ്പൊ ആക്ച്വലി വിദേശത്താണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അതായത് ബലൂൺ ആർട്ടിലെ 64ാമത്തെ പൊസിഷൻ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വേൾഡ് വൈഡ്. ഇപ്പൊ ടെലിവിഷൻ അവതാരകയാണ്. എന്തായാലും ഇനിയിപ്പോ നേരിട്ട് നമുക്കത് കാണാം, അനുഭവിക്കാം. പ്രീതിനെ നമുക്ക് വെൽക്കം ചെയ്യാം. Let's welcome Preetha to Red Carpet. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ജീവിതം ഹാപ്പിയാണ്. ഇപ്പൊ ഇവിടെ അല്ല, ഞാൻ എബ്രോഡാണ്, ദുബായിലാണ്. ദുബായ് ടു അബുദാബി, ഷാർജ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ആദരിച്ചു. അതെന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മലയാളികളുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടുക, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഗുരുനാഥൻ്റെയും വീട്ടിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇതിനോട് ഇത്രയും വ്യത്യസ്തമായ ഒരു കലയോട് താല്പര്യം തോന്നാനുള്ള കാരണം, ഞാൻ നോക്കിയപ്പോൾ ഫോറിൻ കൺട്രിയിലാണ് ഈ ആർട്ട് ഉള്ളത്. അപ്പം നമ്മുടെ നാട്ടിലുണ്ട്, വളരെ റെയറാണ്. സോ നമ്മൾ ആരും ചെയ്യാത്ത എന്ത് അങ്ങനെ ചെയ്താലല്ലേ നമ്മൾ വ്യത്യസ്തമാവും. അങ്ങനെ ഞാൻ ബലൂണ് കൊണ്ട് കൃഷ്ണനും ബുദ്ധനും മഹാബലി, ഗാന്ധിജി എല്ലാം ഉണ്ടാക്കി. അത് ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും കൂടെ എല്ലാം ഇട്ട്, പിന്നെ എല്ലാം ചാനൽസൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കാൻ വന്നു. അപ്പോൾ അവിടെ എല്ലാം ഇത് പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പം ജോത്സ്ന ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? ഇതൊക്കെ ഒരു ടെലിവിഷൻ അവതാരകയാണ്, അത് കൂടാതെ ഒരു പാട്ടുകാരിയും കൂടെയാണ്. സിംഗർ എന്ന് പറഞ്ഞ അങ്ങനെ വന്നതല്ല, ആക്ച്വലി പാടുന്നത് ഇഷ്ടമായിരുന്നു. പണ്ട് ഞാൻ സിംഗർ ആയെന്ന് പറഞ്ഞാൽ ഞാൻ ബലൂണായിട്ട് കണ്ണ് കെട്ടിയിട്ട് പാട്ട് പാടി ചെയ്തു. എനിക്ക് നമ്മുടെ പെർഫോമൻസ് ഒന്ന് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടാണ്. പെർഫോമൻസിലോട്ട് പോകാം. ഓക്കെ. ഞാൻ എൻ്റെ മാസ്റ്റർ പീസായ ഒന്ന് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബലൂൺ ആർട്ടിലേക്ക് കടക്കാം. എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അപ്പൊ ഒരു ശിക്ഷ കൊടുക്കല്ലേ? എല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്ന ആളല്ലേ? പണിഷ്മെന്റ് തള്ളാറേ ഉള്ളൂ. ലക്ഷ്മിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം അല്ലേ? ഇനിയും ചാൻസ് ഉണ്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഫൈനൽ ഒന്ന് കാണിക്കൂ. ഒരു കാര്യം ചെയ്ത ഫൈനലായി. ഒച്ച ഓ
അരയന്നം. Awesome. അടുത്ത ചാൻസ് തരാം. ആ ഓക്കെ, ഇനി കറക്റ്റ് പറയുന്ന ആൾക്കാണ് ഈ ഗിഫ്റ്റ് ഉള്ളത്. ഓക്കെ, Okay. അപ്പൊ രണ്ടാൾക്കും പരാതി വേണ്ട. Okay. അതെ അതെ. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. തത്ത ആണ്. ആ ഫേസ് കണ്ട് Yes, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആൾക്ക് കൊടുക്കാം അല്ലേ? ഓ, കൊടുത്തോളൂ. അതാണോ എന്നൊരു സംശയം. അത് തന്നെയല്ലേ? ഇല്ല ഇല്ല, തത്ത തത്ത. ആ ഫേസിന്റെ കണ്ടോ? അയ്യോ, എന്ത് രസാണ്. വാവ്, സൂപ്പർ. താങ്ക് യു. നെക്സ്റ്റ് അടുത്ത ജോയ്സിന്റെ അവസരമാണ്. ദൈവം ഏതെങ്കിലും ഗസ് ചെയ്തോളൂ കേട്ടോ. എന്നെ ഐഡിയ ഐഡിയ ഇല്ല. ഒരു രണ്ടെണ്ണം കഴിയുമ്പോ ചിലപ്പോ മിക്കവാറും മനസ്സിലാവാൻ Teddy bear. സാധ്യതയുണ്ട്. മിക്കി മൗസ്. ചാമ്പക്കയോ? പൂവ്. യേ, റോസാപ്പൂ. റോസാപ്പൂ അല്ല, ആ, പൂവ്. ഓവറാക്കി ചെലവാക്കി. പൂവ്. കുറെ നേരമായിരുന്നു തോറ്റുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് കൊടുത്തേക്ക്. അതെ, ഈ പാവം എനിക്ക്. ഐ സോ പ്രിറ്റി. താങ്ക് യു, താങ്ക് യു. അങ്ങനെ നമ്മുടെ പ്രായത്തിന്റെ പക്വതയ്ക്ക് പറ്റിയത്. അതെ. ഇനി അടുത്തത്. ഇനി നമ്മുടെ ഈ ഫ്ലോറിന് വേണ്ടിയിട്ടാണ്. ഇത് വാശിയേറിയ മത്സരമാണ്. ഇതിൽ ആര് കൊണ്ടുപോകുന്ന അറിയാം. നോക്കാം. ആ, ഇത് റെഡ് കാർപ്പറ്റിലെ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആണ്. ഓക്കെ. യെസ്, പൂവ് അല്ലേ? പൂവല്ല. അല്ല. വേറെ എന്തായിരിക്കും ഇത്? എന്തായിരിക്കും? മോതിരോ? മോതിരം അല്ലേ? തലേ വെക്കുന്ന ബോ. Yes, no. ഓ ഓ ഓ. അടിപൊളി. ഒരു നല്ല പ്രോഗ്രാമാണ്. ഒരുപാട് ടാലന്റേഴ്സിനെ കൊണ്ടുവരുന്ന സ്റ്റേജ് ആയതുകൊണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ്. അടിപൊളി, 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 അടിപൊളി. അടിപൊളി. ഒരു രക്ഷയില്ല. Thank you so much for അമേസിംഗ് that. ആണ്. നമുക്ക് ആകെ എന്താണ് ഊതി വീർപ്പിക്കാൻ മാത്രമേ അറിയാവൂ. അത് തന്നെ മര്യാദക്ക് അറിഞ്ഞൂടാ. അത് തന്നെ ഒരെണ്ണം ജീവശ്വാസം കൂടെ. കഷ്ടപ്പാടാണ്. എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഒരു മെമന്റോ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അമൃത TV റെഡ് കാർപ്പറ്റിന്റെ ഒരു സ്നേഹോപഹാരം നമ്മുടെ പ്രീതയ്ക്ക് നൽകുന്നു ജോത്സ്ന. Yes. ആക്ച്വലി ഇത്രയും നേരം വളരെ നിഷ്കളങ്കയായിരുന്ന നമ്മുടെ ജോത്സ്ന ചേച്ചിക്ക് എന്റെ വക ഒരു സ്നേഹോപഹാരം. പെട്ടെന്ന് ചുമ്മാ ഒരു സന്തോഷം. കാരണം എപ്പോഴും ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കണം. കാരണം എപ്പോഴും നമ്മുടെ മൈൻഡ് ഒരു കുഞ്ഞു കുട്ടിനെ പോലെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷങ്ങളും അത്ഭുതങ്ങളും എന്താണ് നമ്മളെയൊക്കെ വേറൊരു തലത്തിലോട്ട് എത്തിക്കുന്ന അമേസിംഗ് പെർഫോമൻസുമായിട്ട് റെഡ് കാർപ്പറ്റ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ദ ഓൾ ടീം ഓഫ് റെഡ് കാർപ്പറ്റ്.